പിതാവേ, ബഹുമാനപ്പെട്ട ശൂര്യർ ഉടപ്പടയിച്ച ബഹുമാനപ്പെട്ട ചടത്തിലച്ച ഏത്താനുദിച്ച മറ്റു ചെല്ലാളച്ചന്മാരെ, പ്രിയപ്പെട്ട പ്രിയാക്കോസ് ഇലിയാസിച്ച, വാഗമണ്ണ് ദാറായിലെ പ്രിയപ്പെട്ട സമർപ്പിതരെ, പൂർണ്ണവികാരിമാരെ, മറ്റ് വൈദികരെ, ചെല്ലാളമ്മമാരെ, പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽസ്, ഏറ്റവും പ്രിയപ്പെട്ട ഈ ഇടവകങ്ങളായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ച ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹദായകമായ ഒരു ദിവസമാണെന്ന് നമ്മളുടെ രൂപതയിൽ, പാലാരൂപതയിൽ, തകടി ഇടവകയിൽ സകദേ കന്തീശെ രക്തസാക്ഷികളുടെ, പരിശുദ്ധ രക്തസാക്ഷികളുടെ ദേറ എന്ന അതിസമ്പന്നമായ ഒരു സ്ഥാപനം, ആശ്രമം ഇവിടെ ഇറക്റ്റ് ചെയ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട അടപ്പശ്ശേരിച്ചൻ ഇന്നു മുതൽ സെബസ്ത്യാനോസ് ദ സ്ലീവ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്ഥലം സകദേ കുന്ന് രക്തസാക്ഷികളുടെ മല എന്ന പേരിലും. വർഷങ്ങളായുള്ള നമ്മുടെ പ്രാർത്ഥനയുടെയും പഠനത്തിൻ്റെയും എല്ലാം ഫലമായിട്ടാണ് ഇപ്രകാരം ഒരു മൊണാസ്റ്റിക് ലൈഫിൻ്റെ ദേറായുടെ ആരംഭം കുറിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. സഭാതലവനായ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിനോട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ കാര്യം സംസാരിച്ചിരുന്നു. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പലതവണ ഇതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റിനെക്കുറിച്ചും അതിൻ്റെ പൗരാണികമായിട്ടുള്ള ഉറവിടങ്ങളെക്കുറിച്ചുമെല്ലാം വലിയ പിതാവിനോടും ലിറ്റർജി കമ്മീഷൻ്റെ ചെയർമാനായ പോളി കണ്ണൂക്കാടൻ പിതാവിനോടും എല്ലാം അറിയിച്ചതാണ്. ബഹുമാനപ്പെട്ട കുന്നനാക്കൽ തൊമ്മാക്കത്തനാർ ആരംഭിച്ച ബേശപ്രേം നസ്രാണി ദേറ എന്ന പൗരസ്ത്യ ക്രൈസ്തവ പഠന കേന്ദ്രത്തോട് ബന്ധപ്പെട്ടാണ് കാനൂനികമായ ഒരു ദേറാ ജീവിതം നയിക്കാൻ അടപ്പശ്ശേരിച്ചന് ചിന്തിച്ച് തുടങ്ങിയത്. ഞങ്ങൾ അനേകം തവണ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ബേശപ്രേം നസ്രാണി ദേറ എന്ന സുറിയാനി പഠന കേന്ദ്രത്തിൽ 2019 മുതൽ 24 വരെ അതിൻ്റെ ഡയറക്ടറായിട്ട് അച്ഛൻ സേവനം ചെയ്തയാളാണ്. ആശ്രമ ശൈലിയിലുള്ള 7 നേര യാമപ്രാർത്ഥനകളും സസ്യാഹാരവും ഉൾപ്പെടെ സന്യാസ ജീവിത ശൈലിയും പഠിച്ചും പാലിക്കാൻ പരിശ്രമിച്ചുമാണ് അച്ഛനവിടെ ജീവിച്ച് പോന്നത്. മാത്രവുമല്ല, എല്ലാ ദിവസവും പൗരസ്ത്യ സുറിയാനി ഭാഷയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും യാമ പ്രാർത്ഥനകൾ അനുഷ്ഠിക്കുകയും ചെയ്ത് പോരുകയായിരുന്നു. അച്ഛന് 1985 നമ്മുടെ വലിയ പിതാവിൽ നിന്ന്, പ്രിയപ്പെട്ട പള്ളിക്കാപ്പറമ്പിൽ പിതാവിൽ നിന്ന് തിരുപ്പട്ടം ചെർപ്പുങ്കൽ ഉണ്ണി വിശുദ്ധ പള്ളിയിൽ വെച്ച് സ്വീകരിച്ച് തുടർന്ന് കരുത്തുരുത്തി, പാട, ലാലം, പടിയപ്പള്ളി, തിക്കോയി, അരുവിത്ര എന്നിവിടങ്ങളിൽ അസ്ത്യന്തിയായും, കൊണ്ടാട്, ഇടപറയാറ്, പൂവത്തോട്, ഇളന്തോട്ടം എന്നിവിടങ്ങളിൽ വികാരിയായും ശുശ്രൂഷ ചെയ്തു. ദീപനാളം വാരികയുടെ എഡിറ്ററും ആയിരുന്നു. പൂന പേപ്പൽ സെമിനാരിയോടുള്ള ഉത്തനയത്തിൽ JDVയിൽ വിശുദ്ധ ഗ്രന്ഥ പഠനത്തിൽ ലൈസൻഷ്യേറ്റ് കരസ്ഥമാക്കി. സത്തന മേജർ സെമിനാരിയിൽ അധ്യാപകനും ആധ്യാത്മിക പിതാവുമായിരുന്നു. അവിടെ കുട്ടികൾക്കും അധ്യാപകർക്കും അച്ഛന് വലിയ താല്പര്യമായിരുന്നു. പിന്നീട് കോട്ടയം സീറിയിൽ പഠിച്ച് MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സുറിയാനി ഭാഷാ വിഭാഗത്തിൽ MA ബിരുദം കരസ്ഥമാക്കി. പൂനായിൽ തിലക് മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരത്തെ തന്നെ തത്വശാസ്ത്രത്തിൽ അച്ഛന് MA ബിരുദവും ഉണ്ടായിരുന്നു.
ക്രിസ്തീയ പൗരസ്ത്യ ആധ്യാത്മികത വളർത്തുന്നതിൽ അച്ഛൻ ഏറെ പരിശ്രമിച്ചിട്ടുണ്ട്. സീറോ-മലബാർ സഭയുടെ ശ്ലൈഹിക പാരമ്പര്യത്തിലും പൗരസ്ത്യവും ഭാരതീയവുമായ ആധ്യാത്മിക ദർശനങ്ങളിലും താപസ ആശ്രമ ജീവിതം നയിക്കുവാനുള്ള ആഗ്രഹം 2019 മുതൽ എന്നോട് പങ്കുവച്ചിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് വലിയ പിതാവിനോടും പള്ളിക്കാപ്പറമ്പിൽ പിതാവിനോടും അച്ഛൻ ഈ കാര്യം സംസാരിച്ചുകൊണ്ടാണ് ഇരുന്നത്. 2023 സെപ്റ്റംബറിൽ ഇക്കാര്യത്തിനായി എൻ്റെ പക്കൽ അപേക്ഷ എഴുതി നൽകുകയും ആശ്രമ ജീവിതത്തിനായി വാഗമൺ കുരിശുമല ആശ്രമത്തിൽ 3 മാസം ജീവിക്കുവാൻ അനുവദിക്കുകയും ചെയ്തു. വാഗമൺ കുരിശുമലയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ സീറോ-മലബാർ സഭയിൽ കാനോനിക അംഗീകാരം ലഭിച്ച പുരുഷന്മാർക്കുള്ള ആദ്യത്തെ മോണസ്ട്രിയായ നല്ലതണ്ണി മാർത്തോമ ശ്ലീഹ ദേറായിൽ ചേരുന്നതിനുള്ള ആഗ്രഹം എന്നെ അറിയിക്കുകയുണ്ടായി. ഞാനത് അനുവദിക്കുകയും ചെയ്തു. തുടർന്ന് ഞങ്ങളുടെ കൂട്ടായ വിചിന്തനത്തിന് പ്രാർത്ഥനയ്ക്കും ശേഷം നല്ലതണ്ണി ആശ്രമത്തിൽ നൊവിഷ്യേറ്റ് അനുഷ്ഠിച്ച ശേഷം രൂപതയിൽ തിരിച്ചെത്തി ഇവിടെ കാനോനികമായ ആശ്രമ ജീവിതം ദേറ തുടങ്ങാമെന്ന് ഞാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അച്ഛനത് ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പൗരസ്ത്യ സഭകളുടെ ഈറ്റില്ലമായ ഇറാഖിൽ 2.5 മാസക്കാലം ഇതിനോടകം പോയി പഠിക്കുകയും താപസ ജീവിതത്തിൻ്റെ അടിസ്ഥാന രൂപങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. നല്ലതണ്ണി ആശ്രമത്തിൽ ബഹുമാനപ്പെട്ട കൂടപ്പിഴച്ചനോടൊത്ത് ജീവിച്ച നാളുകൾ അച്ഛനെ ഏറെ സ്വാധീനിച്ചു. അച്ഛൻ്റെ റിപ്പോർട്ട് രൂപതാ കേന്ദ്രത്തിൽ തന്ന റിപ്പോർട്ടും ഇവിടെ പരസ്യമായിട്ട് നമ്മൾ വായിച്ചല്ലോ. അതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് വൈസ് യൂണിയനിൽ തുടങ്ങി പിന്നീട് ഒരു പ്രോപ്പർ ആശ്രമത്തിലേക്കുള്ള ചുവടുവെപ്പിൽ നമ്മൾ എത്തുന്നത്. ദേറായുടെ ആരംഭവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറായ 3 വൈദികർ മുന്നോട്ട് വന്നു. ബഹുമാനപ്പെട്ട അബ്രാഹം പേടുങ്കാട്ടിലച്ഛനും ജേക്കബ് വടക്കേലച്ഛനും ജെയിംസ് പുലിയുറുമ്പിലച്ഛനും. അൽമായരുടെ ഇടയിലും ഇതിന് വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. ദേറായുടെ തുടക്കം മുതൽ ഭാവിയിൽ പാർക്കൽ തലത്തിൽ സ്വയാധികാര മോണസ്ട്രിയായി വളരുന്നത് വരെ മോണസ്റ്റേരിയം എപ്പാർക്കിയാലി സോയി ജൂറീസ് ഇൻ ഫിയരി പൂർണ്ണ ഉത്തരവാദിത്വം പാല രൂപതയ്ക്ക് തന്നെയാണ്. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യനച്ഛൻ കാനോനിക നൊവിഷ്യേറ്റ് പൂർത്തിയാക്കി ഇപ്പോൾ ഇവിടെ നമ്മളുടെ കൂട്ടത്തിലാണ്. നല്ലതണ്ണി ആശ്രമ സുപ്പീരിയർ ബഹുമാനപ്പെട്ട സേവ്യർ കൂടപ്പടിയച്ഛൻ നൊവിഷ്യേറ്റ് റിപ്പോർട്ടും മൊണാസ്റ്റിക് പ്രതിഷ്ഠാകർമ്മത്തിനുള്ള ശുപാർശയും എനിക്ക് രേഖാമൂലം നൽകി. ആശ്രമ ജീവിതത്തിനുള്ള നിയമാവലി ടിപ്പിക്കോൺ ഈ ഘട്ടത്തിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് അവശ്യ ഘടകങ്ങളും ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവയെല്ലാം രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വത്തിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള രേഖകളെല്ലാം സഭയുടെ കേന്ദ്ര ആലയത്തിലും അടുത്ത ദിവസം നൽകുന്നതാണ്. നല്ലതണ്ണിയിൽ ആശ്രമത്തിലായിരുന്ന സമയത്ത് അഭിനന്ദനായ മുരിക്കൻ ജേക്കബ് പിതാവിനോട് അച്ഛൻ കൂടുതലായിട്ട് ബന്ധപ്പെടുകയും പിതാവിൻ്റെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. രൂപതയുടെ കിഴക്കൻ പ്രദേശമായ പൂഞ്ഞാർ ഫൊറോനായിലെ തകടി സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവകയിലാണ്. ഇവിടെയാണ് ആശ്രമം ആരംഭിക്കുന്നത്. ആശ്രമ ജീവിതം തുടങ്ങുന്നതിന് ഈ പള്ളിയും പള്ളിമുറിയും മറ്റ് സ്ഥല സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പോഴേ ഇവിടെ അത്യാവശ്യത്തിനുള്ള സൗകര്യങ്ങളെല്ലാം മെയിൻ്റനൻസിലൂടെ നടത്തുകയും ചെയ്തു. നല്ല ആഴമായ ക്രിസ്തീയ ശ്വാസമുള്ള ഭക്തരായ കർഷകരുടെ കേന്ദ്രമാണ് തകടി. നിലവിലുള്ള കുടുംബങ്ങൾക്ക് ആശ്രമ സ്ഥാപനവും വൈദിക സാന്നിധ്യവും ഏറ്റവും സ്വാഗതാർഹമാണെന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പുള്ളിക്കാരായി ലക്ഷ്യൻ കോർപ്പറേറ്റ് സെക്രട്ടറി ആയിരുന്നു ഇവിടുത്തെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ ഒത്താശകളും അച്ഛൻ്റെ ഇടപെടലുകളും ഇന്ന് ഈ ഇടവകയെ ഇതുപോലെ രൂപതയുടെ ഭാവിയിലെ സഭയുടെ തന്നെ ഏറ്റവും വലിയൊരു കേന്ദ്രമാക്കി മാറ്റാനായിട്ട് സഹായിച്ചു. ഇന്ന് 2025 നവംബർ 26 ആശ്രമസ്ഥനായിട്ട് ഞാൻ പേര് നേരത്തെ പറഞ്ഞല്ലോ, ദേറാദ് സഗദെ കന്തീശ് രക്തസാക്ഷികളുടെ ആശ്രമത്തിൽ സെബസ്ത്യാനോസ് ദ സ്ലീവ എന്ന പേര് സ്വീകരിച്ച് അച്ഛൻ ഇവിടെ
വ്രതം എടുക്കുകയാണ്. ദൈവകൃപയുടെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ നാടുകളിലെല്ലാം അച്ഛൻ ഈ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതും ഒരുങ്ങിയതും. സുറിയാനി ഭാഷയിലെ എസ്ത്രാങ്കലിയും പൗരസ്ത്യ സുറിയാനിയും വെസ്റ്റ് സിറിയക്കും കർഷോണും അച്ഛന് നല്ല പരിചയമുണ്ട്. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ആശ്രമം നമ്മളിവിടെ ആരംഭിക്കുന്നത്. ദേറ എന്ന സുറിയാനി വാക്കിന് വാസസ്ഥലം, മെച്ചിൽപ്പുറം, വീട് എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെയാണ് സന്യാസ ആശ്രമം ഇനി തഴച്ച് വളരേണ്ടത്. പൗരസ്ത്യ സഭകളിൽ ഒരു സന്യാസ ആശ്രമത്തെ ദേറ എന്ന കാലവും വിളിച്ചിരുന്നു. സന്യാസാശ്രമത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഈജിപ്താണെന്ന് പറയുമ്പോഴും അതിനു മുമ്പ് തന്നെ സുറിയാനി സഭകളിലെയും മധ്യേഷ്യൻ നാടുകളിലും തീഷ്ണതയേറിയ സന്യാസ, താപസ, ദൈവാരാധന പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. വാസ്തവത്തിൽ ഓരോ പള്ളിമുറിയും ദേറ ആകേണ്ടതാണ്. എല്ലാ വൈദികരും അവരുടെ ആക്റ്റീവ് മിനിസ്ട്രിക്ക് ശേഷം ഇതുപോലുള്ള താപസ ആഭിമുഖ്യങ്ങളോടുകൂടി ജീവിക്കേണ്ടതാണ്. ക്രമീകൃതമായ ജീവിത പ്രസ്ഥാനമായി സന്യാസ ജീവിതത്തെ വിഭാവനം ചെയ്ത് വളർത്തിയതിനാലാണ് ഈജിപ്തിലെ മാർ അന്തോണീസിനെ സന്യാസത്തിൻ്റെ പിതാവായി വിളിക്കുന്നത്. എന്നാൽ സുറിയാനി സഭകളിൽ സന്യാസ ജീവിതത്തിന് പഴയ നിയമ ഗ്രന്ഥങ്ങളിലെ പ്രവാചകന്മാരുടെയും യഹൂദ റബിമാരുടെയും നാസീം ബദ്ധരായ താപസന്മാരുടെയും ശൈലിയും ചൈതന്യവും ഉണ്ടായിരുന്നു. ദൈവാരാധനയിലൂടെ ലോകത്തിൽ നിന്ന് ഉയരുന്ന ജീവിതമാണ് ദേറായിൽ ഉള്ളത്. ഓരോ ദേറായും ശുദ്ധമായ ദൈവാരാധനയുടെ ആലയവും കലർപ്പില്ലാത്ത തിരുസഭ പ്രബോധനത്തിൻ്റെ പഠന കളരിയും മാനവചേതനയെ ആന്തരികമായി സ്പർശിക്കുന്ന പുണ്യഗ്രഹങ്ങളുമാണ്. സഭയുടെ പുണ്യഗ്രഹമാണ് ദേറാകൾ. ദേറാ ജീവിതത്തെ ഏറ്റവും വിലമതിച്ച സമൂഹമാണ് മാർത്തോമാ നസ്രാണികൾ. നമ്മുടെ പഴയകാല ആവാസ കേന്ദ്രങ്ങളിൽ പലയിടത്തും ദേറാകൾ ഉണ്ടായിരുന്നു. മിക്കവാറും വൈദിക ജീവിത പരിശീലന വേദികളായ മൽപ്പാനേറ്റുകളും ദേറാകളിൽ തന്നെ ആയിരുന്നു. ഇന്നത്തെ പാലാരവതിയിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ മൽപ്പാനേറ്റുകളും ദേറാകളും ഉണ്ടായിരുന്നു. പലതും നഷ്ടമായി. എങ്കിലും തോമാ മാർഗമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ പരമോദാത്തമായ ആ ചൈതന്യം നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അസംഖ്യമായ വൈദിക സന്യാസ വിളികൾ, സമർപ്പിത സമൂഹങ്ങൾ, പ്രാർത്ഥനാശക്തിയുള്ള കുടുംബങ്ങൾ, ആദർശ ധീരരും തീഷ്ണമതികളുമായ ആത്മായ സഹോദരങ്ങളെല്ലാം ഈ മണ്ണിൽ കൊരുത്തത് ലോകത്തെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് ആ സുവിശേഷ മാർഗത്തിൻ്റെ ശക്തി ജീവിതത്തിൽ കൊണ്ടു നടക്കണമെന്നുള്ള ആ ഒരു നിർബന്ധമത്തി കൊണ്ടാണ്. ഇതപര്യന്തമുള്ള നസ്രാണി ചരിത്രത്തിൽ സമൂഹത്തെ സ്വാധീനിക്കാനും നയിക്കാനും ഈ നാട്ടിൽ നിന്ന് പുണ്യജന്മങ്ങൾ ഏറെയുണ്ടായി. മന്നാനത്ത്, കൊറൂക്കര, പാലക്കൽ മൽപ്പാൻ അച്ഛന്മാരും വിശുദ്ധ ചാവറക്കുര്യാക്കോസച്ചനും ചേർന്ന് ആദ്യത്തെ ഏകദേശീയ കർമ്മലീത്ത സന്യാസ സമൂഹം സിഎമ്മായി വളർത്തിയതുപോലെ പല ഇടവക്കാരൻ കുടക്കച്ചിറ അന്തോണിക്കത്തനാര് ലാശനായിൽ ഇന്നത്തെ അരുവിത്തുറ ഇടവകയിൽ മറ്റൊരു സന്യാസ പ്രസ്ഥാനത്തിന് ദേറായിക്ക് രൂപം നൽകിയിരുന്നു. 50-ലധികം സുറിയാനി ഗ്രന്ഥങ്ങൾ എഴുതിയ കളപ്പുര അന്ത്രയോസ് മൽപ്പാനും പലാരൂപതക്കാരനായ തോമസ് അരീത്തനാൽ അച്ഛനാനും ചെള്ളിയിലച്ഛനും ബോസ്കോ അച്ഛനും ഇപ്പോഴെ പുനമാക്കൽ തൊമ്മ കത്തനാരുമെല്ലാം ഈ മണ്ണിൻ്റെ വീരപുത്രന്മാരാണ്. ഇസീബിസിലെ അപ്രേമിൻ്റെ നാമത്തിലാണ് കപ്പുന്തര ദേറ. സുറിയാനി സഭകളുടെ മൽപ്പാനെ ഗുരുക്കന്മാരുടെ ഗുരു എന്ന പേരിലാണല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്. നസ്രാണി എന്ന പദം ഈ നാട്ടിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ശ്ലൈഹികവും പൗരാണികവുമായ ചരിത്രത്തെ ജ്വലിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് ആ പേര് കേൾക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കൊച്ചുകുട്ടിയായിട്ട് റോമിൽ പഠിച്ചിരുന്ന കെരിയാറ്റി ജോസഫിനെ കുറിച്ച് അന്നത്തെ മാറോണൈറ്റ് വൈദികനായ അലോഷ്യസ് അസമാനി പറഞ്ഞിരുന്നു, ഈ ജോസഫ് എന്ന ഒറ്റ കുട്ടി മാത്രം മതി സുറിയാനി പഠിച്ച്
സുറമലബാർ നസ്രാണികളെ രക്ഷിക്കാൻ എന്ന്. അത്രമാത്രം ബൗദ്ധികമായിട്ടുള്ള നിലവാരം പുലർത്തിയതുകൊണ്ടായിരുന്നല്ലോ ഈ ഇതുപോലുള്ള ഉസ്മാനിയെ പോലെയുള്ള ലോക കീർത്തി നേടിയ പണ്ഡിതന്മാരിൽ നിന്ന് അത്തരം വാക്കുകൾ കേൾക്കാനായിട്ട് സാധിച്ചതും. ഈ ധാര അതിമനോഹരമായ രീതിയിൽ ഇവിടെ വളർത്തണം നമ്മളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. മൊത്തം നസ്രാണികളുടെ പാരമ്പര്യമനുസരിച്ചുള്ള ആത്മീയതയിൽ ജീവിക്കണം. പൗരസ്ത്യ സുറിയാനി സഭയുടെ ആരാധനാക്രമവും ആധ്യാത്മികതയും ഇവിടെ കൂടുതലായിട്ട് വേരോടണം. നമ്മുടെ സഭയുടെ തോമായുടെ സിംഹാസനം, മലങ്കര മൽപ്പാനേറ്റ്, പാറയമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകം, കരിയാറ്റിൽ യോസേപ്പിൻ്റെ വേദതർക്കം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ കൂടുതലായിട്ട് വായിക്കപ്പെടുകയും പഠന വിധേയമാക്കുകയും ചെയ്യേണ്ടതാണ്. ഏറാക്കാരൻ സത്യവിശ്വാസത്തിൻ്റെ പോരാളി ആയിരിക്കേണ്ട വ്യക്തിയാണ്. മലങ്കര നസ്രാണികളുടെ പൊതുവായ പൗരസ്ത്യ സുറിയാനി പ്രാഭവവും ഈ ഉറവിട ശുദ്ധിയും തറവാടിച്ച മഹത്വവുമൊക്കെ നസ്രാണികളായ സുറമലബാറുകാർ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അടയാളമായിട്ടാണല്ലോ ഭാരതത്തിൻ്റെ വലിയ മൽപ്പാൻ എന്ന കീർത്തി നമ്മുടെ പുനമാക്കൽ തോമാച്ചന് കിട്ടിയതും. മൽപ്പാന റംബ ദുഹെന്തോ, സത്യവിശ്വാസത്തിൻ്റെ വിശ്രുതരായ പോരാളികൾക്ക് മാത്രം സഭ കൊടുക്കുന്ന കാര്യമാണ് അത്. ഇവിടെ നമ്മൾ ഈ ആശ്രമത്തിലായിരിക്കുമ്പോൾ ഞാനൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ആശ്രമസ്ഥ പ്രസ്ഥാനങ്ങളുടെ ഉറവിടമായ മരുഭൂമിയിലെ പിതാക്കന്മാരോടും അപ്രേം, ഇന്നത്തെ നിഷിബിഷ് തുർക്കിയിൽ ജനിച്ച അപ്രേമും, ഇന്നത്തെ ഖത്തറിൽ 7-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഐസക്കും നിനിവേയുമെല്ലാം നമുക്ക് മാതൃക ആകേണ്ടതാണ്. നമ്മുടെ ശ്ലീഹായും യോഹന്നാൻ മംദാനായും നമുക്ക് വഴികാട്ടികൾ ആകണം. പഴയ നിയമത്തിലെ മൂശെ, ഏലിയ തുടങ്ങിയ വലിയ വ്യക്തികളുടെ ആധ്യാത്മിക സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. ശംശോ നസീറോ തലാഹ, ദൈവത്തിൻ്റെ നാസീർ വ്രതക്കാരൻ എന്ന ശംസന്റെ ആ ഒരു ജീവിതശുദ്ധി, ഭക്ത സ്ത്രീകളായ മറിയം, ശ്മോനി, മെസ്കേന്ത, അർമേൽത്ത തുടങ്ങിയ സ്ത്രീകളുടെ ആധ്യാത്മിക വിശുദ്ധിയും ദേറാകളോട് ബന്ധപ്പെട്ട് പോകേണ്ടതാണ്. അങ്ങനെ നമുക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ തായെന്ന അംസേദ് മറിയ നെഹ്വേലി അഹ്മിൽദാഹ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അച്ഛൻ പേര് മാറ്റി ഇതുപോലുള്ള വലിയൊരു ജീവിത ക്രമത്തിലേക്ക് കടന്നു വന്നത്. പണ്ഡിതനായ കൾറാണർ പറഞ്ഞല്ലോ, ഭാവിയിലെ ക്രിസ്ത്യാനി ഒരു മിസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ അവൻ ഇനിമേൽ ആ പേരിന് അർഹനല്ല. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിപ്ലവകരമായ സ്റ്റേറ്റ്മെൻ്റാണ്, ദ നമ്പർ 1 cause of atheism is Christians. Those who proclaim him with their mouths and deny him with their actions is what an unbelieving world finds unbelievable. അത്ര കർക്കശമായിട്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ മറന്നു കളയരുത്. ഒരു മിനിറ്റ് കൂടെ മതി. ഇന്ന് നമ്മൾ ഈശോയുടെ മലയിലെ പ്രസംഗമാണ് സുവിശേഷത്തിൽ വായിച്ചത്. മലയിലെ പ്രസംഗം കർത്താവിൻ്റെ പോർട്രേറ്റാണ്. ഈശോ തന്നെയാണ് അതിൽ മറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന 8 ഭാഗ്യങ്ങളും ആത്യന്തികമായിട്ട് ഈശോയിൽ വന്നു ചേരുന്നു. നിരന്തരമായിട്ട് ഈശോയിലേക്ക് അടുക്കുവാനുള്ള വേദിയാണ് ദേറാകൾ. അതുകൊണ്ടാണ് ഇന്ന് മലയിലെ പ്രസംഗത്തിലെ അഷ്ടഭാഗ്യങ്ങൾ വായിച്ചത്. അഷ്ടഭാഗ്യങ്ങളെക്കുറിച്ച് ബൽത്താസർ വലിയ ദൈവശാസ്ത്രജ്ഞൻ എഴുതിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ഞാൻ വായിക്കുകയാണ്. ദ ഡിസൈപ്പിൾസ് ഷുഡ് ബി റെഡി നോട്ട് ഓൺലി ടു ലിസണിങ് ടു ഹിം ബട്ട് ടു അക്കമ്പനിങ് ഹിം. ബെയാറ്റിറ്റ്യൂഡ്സ് ആർ നോട്ട് ജനറൽ നോംസ് ബട്ട് എക്സ്പ്രഷൻസ് of his most personal mission and destiny. He is the one who has been poor for us, who weeps over Jerusalem. He is the non-violent one. He is the one
who hungers and thirsts for God's justice. He has the pure heart that sees always God the Father. He is the one who is persecuted by the entire world because he has incarnated God's righteousness. In all this, he is the Blessed One because he perfectly incarnates and mediates the salvation God intends for the world. He begins his ministry of proclamation with a self-portrait, Sermon on the Mount, and that invites all of us to enter into the deeper roots of Christianity. അതാണ് ബൽത്താശറിൻ്റെ വ്യാഖ്യാനം ബിയാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾ ധാരാളം പേര് ഇവിടെ എത്തി. വലിയ പിതാവ്, ഉടപ്പടേശന്, എല്ലാ അച്ഛന്മാർ, അങ്ങനെ ഈ ആശയത്തോടും സഭയുടെ അകക്കാമ്പായിട്ടുള്ള ഈ പ്രസ്ഥാനത്തോടും താല്പര്യമുള്ളത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയത്. ഇതിനുവേണ്ട എല്ലാ ശുദ്ധീകരണ മെയിൻ്റനൻസ് വർക്ക് രൂപത പ്രൊപ്പറേറ്റർമാർ, രണ്ടച്ഛന്മാർ കൂടി മനോഹരമായിട്ട് ഇവിടെ ചെയ്തു. അച്ഛൻ, രൂപതയുടെ പ്രൊപ്പറേറ്റർ അച്ഛൻ, നമ്മുടെ സന്യാസവ്രതം സ്വീകരിക്കുന്ന തപ്പശ്ശേരി അച്ഛൻ്റെ കാര്യങ്ങളിൽ അത്യാവശ്യമായിട്ടുള്ള ബന്ധപ്പെടലുകൾ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ വ്രത വാഗ്ദാന എക്ലീഷ്യൽ ഇവൻറ്റിലേക്ക്, സഭയുടെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഇതിൽ പങ്കുകൊള്ളാം.